ഹലോ. ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് ട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഒരു പകുതി സവാളയാണ് എടുക്കുള്ളൂ. ചുവന്നുള്ളിയാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ചുവന്നുള്ളി കൂടുതൽ ഉപയോഗിച്ചാൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ നമുക്ക് സവാളയും തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കാം, കുറച്ച് വേപ്പിലയും കൂടി ഇട്ട്. ഇത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണ സാധാരണ രീതിയിലല്ല, നമ്മൾ പൊരിച്ചെടുക്കണ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. എന്നാൽ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വേറെ വറുത്ത് പൊരിച്ച് കോരുകയും വേണ്ട. നമ്മൾ ഈ കറി വയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് അത് നന്നായിട്ട് ഈ ചീഞ്ചട്ടിയിലിട്ട് തന്നെ പൊരിച്ചെടുക്കാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വഴഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ച കറി വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ അധികം സമയവും വേണ്ട, അധികം വെളിച്ചെണ്ണയും വേണ്ട. നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റിന് അടിപൊളി ചിക്കൻ കറി റെഡിയായി കിട്ടും. സവാള നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് വഴന്ന് വന്ന് അത് ഈ പാകത്തിനാവണം. ഈ പാകത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഈ സവാളയിലിട്ട് മിക്സ് ചെയ്ത് അതിൽ നന്നായിട്ടൊന്ന് ആദ്യം പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാടായി പോകരുത്. ഒരുപാടായി പോയി കഴിഞ്ഞാൽ മഞ്ഞളിൻ്റെ ഒരു കുത്തൽ കറികൾക്കൊക്കെ വരും. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ്. അത് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം എരിവ് ആവശ്യമുള്ളവർക്ക് ഇതിൽ കൂടുതലിടാം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ എരിവ് കുറച്ച് മതി. എന്നാൽ നമുക്ക് കുറച്ച് മുളക് പൊടിയുടെ കളറ് കുറച്ചും കൂടി മുന്നിട്ട് നിന്നാലാണ് നമ്മുടെ കറി കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം അത് കാരണം കാശ്മീരി മുളക് പൊടി നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രൗണിഷ് കളറിൽ വന്നെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചിക്കൻ മസാല ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഈ മസാലയൊക്കെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന്, ഞാൻ ഇപ്പോൾ സിമ്മിലാണ് ഇട്ടേക്കണത്, സിമ്മ് കുറച്ചാണ് ഇട്ടേക്കണത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് ഈ മസാലകളെല്ലാം വഴറ്റിയെടുക്കാം. ഇത് തന്നെ നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട് കിടന്ന്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഈ മസാലയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ എല്ലാ ചിക്കൻ പീസിലും ഈ മസാലകളൊക്കെ നന്നായിട്ട് പറ്റി പിടിക്കട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗവും മാറ്റി 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 ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
നമ്മുടെ മസാലയൊക്കെ നമ്മുടെ എല്ലാ ചിക്കൻ പീസിലും ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ ചിക്കനിൽ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മൂടി വെക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും ഇപ്പം ചെയ്യരുത്. ഇനി ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഈ ചിക്കൻ തീ കൂട്ടിയിട്ട് തന്നെ ഈ ചീഞ്ചട്ടിയിലിട്ട് നന്നായിട്ട് മൊരിച്ചങ്ങ് എടുക്കണം. തീ കൂട്ടി തന്നെ ഇട്ടേക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ കത്ത് പിടിക്കാതെ മാറ്റി കൊടുക്കണം. നമ്മൾ സൈഡിൽ കൂടെ അതാ ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇത് സൈഡിൽ അടിയിലേക്ക് ഈ വെളിച്ചെണ്ണ ചെന്ന് അടിയിൽ കത്ത് പിടിക്കുകയില്ല. ഈ വെളിച്ചെണ്ണ കിടന്ന് തന്നെ നമ്മുടെ ഈ ചിക്കൻ നല്ല പൊരിച്ച ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടും. മുക്കി പൊരിക്കാതെ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. നമ്മുടെ മസാലകളും ഇറച്ചിയും ഒക്കെ ഇതിൽ തന്നെ കിടന്ന് നല്ല വെന്ത് നല്ല പൊരിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടും. മൂടി വെക്കുകയോ സിം കുറച്ചിടുകയോ ചെയ്യരുത്. അപ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരും. തീ കൂട്ടിയിട്ട് തന്നെ ഈ സമയത്ത് ഒരു അരമണിക്കൂറോളം നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. അടിയിൽ കത്ത് പിടിക്കാതെ നമ്മൾ നോക്കി നിന്ന് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി എല്ലാ വശത്തും ഇങ്ങനെ നല്ല ചീഞ്ചട്ടിയിലിട്ട് തന്നെ പൊരിച്ച് മാറ്റിയെടുക്കണം. അപ്പം നമുക്ക് അതിൻ്റെ ആ വെളിച്ചെണ്ണ ഊറി വരുന്നതും നമുക്ക് നല്ലോണം വറുത്ത ചിക്കൻ്റെ ഒരു മണവുമൊക്കെ നമുക്ക് നന്നായിട്ട് വരും. ആ സമയം ആവണ വരെ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പറ്റി പിടിക്കുകയാണ് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചീഞ്ചട്ടിയിൽ നിന്ന് അങ്ങ് കരി പിടിക്കാതെ ഇളക്കി അങ്ങ് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് സമ്മർ ഫെസ്റ്റിന് പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണമൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കണ ഗരം മസാലപ്പൊടിയിൽ നിന്നും എന്തോ ഒരു ഫ്ലേവറിലൊക്കെ നല്ലൊരു വ്യത്യാസമുണ്ട്. ഞാനതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാറ്. നമ്മുടെ കയ്യിലുള്ള ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചിക്കൻ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം മുരിഞ്ഞ് നല്ല പാകത്തിന് ആയിട്ടുണ്ട്. നല്ല പൊരിച്ച കോഴിയുടെ ഒരു മണവും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധാരണ പോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം എന്ത് വേണേലും ഒഴിച്ചു കൊടുത്ത് ചിക്കൻ മുങ്ങി കിടക്കാൻ പാകത്തിന് ഇനി മൂടി വെച്ച് വേവിക്കാം. അപ്പം മൂടിയൊക്കെ മാറ്റി, ഇപ്പം ഇടയ്ക്ക് കാണിച്ചില്ല എന്നുള്ള മൂടിയൊക്കെ മാറ്റി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.